രഹസ്യങ്ങളുടെ പിന്നാമ്പുറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം. മനുഷ്യൻ ആദ്യമായി വീട്ടിൽ ഇണക്കി വളർത്തിയ ഒരു ജീവിയാണ് നായ്ക്കൾ. അതിനുശേഷം മനുഷ്യനും നായ്ക്കളും തമ്മിൽ വളരെ സുദൃഢമായ ബന്ധമാണ് നിലനിന്നിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് ആ ബന്ധത്തിന് ഒരു വിള്ളൽ ഉണ്ടായി. എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ ഇത്രയധികം മാനസികമായി അകന്നത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. മനുഷ്യനെ എവിടെ കണ്ടാലും ഓടിച്ചിട്ട് കടിച്ചു കൊല്ലുന്ന രീതി നായ്ക്കൾ ശീലമാക്കി. അതുപോലെ നായ്ക്കളെ എവിടെ കണ്ടാലും ഓടിച്ചിട്ട് അടിച്ചു കൊല്ലുന്നതും മനുഷ്യൻ ഒരു പതിവാക്കി. അങ്ങനെ എല്ലാ വിധത്തിലും ഈ രണ്ട് വർഗവും പരസ്പരം തെറ്റി. മനുഷ്യനെ ഭയന്ന് കഴിയുന്ന നായ്ക്കളും നായ്ക്കളെ ഭയന്ന് കഴിയുന്ന കുറേ മനുഷ്യരും അധിവസിക്കുന്ന ഒരു ഗ്രാമം തന്നെ കേരളത്തിൽ അടുത്തിടെ ഉടലെടുക്കുകയുണ്ടായി. തിരുവനന്തപുരം ജില്ലയിലാണ് ആ കൊച്ചു ഗ്രാമം. മനുഷ്യനും നായ്ക്കളും തമ്മിലുള്ള പടലപ്പിണക്കത്തിൻ്റെ പിന്നാമ്പുറ യാഥാർത്ഥ്യങ്ങൾ തേടിയാണ് ഞങ്ങൾ ഇന്ന് യാത്രയാവുന്നത്. ഒരുപാട് ചോദ്യങ്ങളുമായി അതിലേറെ ഉത്തരങ്ങൾ തേടി. തിരമാലകൾ ആഞ്ഞടിച്ചു. കൂറ്റൻ തിരമാലകൾ ഒന്നിനു പിറകെ ഒന്നായി വന്ന് സംഹാരഭാവം കാട്ടി. ഇതാദ്യമായാണ് കടലിന്റെ രൗദ്രഭാവം ആളുകൾ കാണുന്നത്. മുമ്പെങ്ങും കടലമ്മ ഇത്ര കോപിച്ചിട്ടില്ല. രാവും പകലും ദിവസങ്ങളോളം വീട് വിട്ട് കടലിൽ കിടന്നിട്ടുണ്ട്. എന്നിട്ട് പോലും പുല്ലുവിളയിൽ നിന്നും ഒരാളെ പോലും കടലെടുത്തിട്ടില്ല. പക്ഷെ ഈ ദിവസത്തിലെ തിരയിളക്കത്തിന് എന്തോ ഒരു പ്രത്യേകത ഉള്ളതായി തോന്നി. ഒറ്റനോട്ടത്തിൽ കണ്ടാലറിയാം, കടലമ്മ നന്നേ ക്ഷോഭിച്ചിരിക്കുന്നു. കടലമ്മ ഇത്ര ദേഷ്യപ്പെടണമെങ്കിൽ അതിനൊരു കാരണവുമുണ്ട്. വ്യക്തമായ ഒരു കാരണം. അതാണ് ഈ പെട്ടിക്കുള്ളിലുള്ളത്. ശീലുവമ്മ എന്ന 70-കാരിയുടെ മാംസാവശിഷ്ടങ്ങൾ മാത്രമാണ് ഈ പെട്ടിക്കുള്ളിലുള്ളത്. ശീലുവമ്മയുടെ ശരീരം ആരെയും കാണിക്കാൻ പറ്റുന്ന രൂപത്തിലുമല്ല. കണ്ടാൽ ഭയന്നു പോകുന്ന കുറെ മാംസ അവശിഷ്ടങ്ങൾ മാത്രം. കൈയില്ല, തലയില്ല, ഉടലില്ല, അങ്ങനെ രൂപം കെട്ട കുറെ അവശിഷ്ടങ്ങൾ. ഈ രാജ്യത്തിൽ ആദ്യമായിട്ടൊക്കെ നടന്ന സംഭവമാണിത്. ഒരു തലഭാഗം ഒന്നും തലച്ചോർക്കെല്ലാം കണ്ട് അതിൻ്റെ അകത്തൊരു ഇത് കൈ പോകും, വലിയ കുഴിയാണ്. ഇത് അഭയങ്ങളൊന്നുമില്ല. അയാൾക്ക് ഉള്ളത് വെറും ഇത്തിരി എല്ലാം ഈ കൈയുടെ ഇവിടെ ഇച്ചിരി ഈ വിരൽ ഇതൊക്കെ ഇയാൾ കണ്ടിട്ടുണ്ട് ഉള്ളു. മൊത്തം ഈ അമ്മച്ചിയുടെ അവസ്ഥ കണ്ട് ആരും സഹിക്കില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെ പിടിച്ച് നിൽക്കണമെന്ന് ദൈവത്തിനെ അറിയാം. 3 എണ്ണവും അത്രയ്ക്കും മൃഗമായിട്ടാണ് ഇത് ഇങ്ങനെ വെച്ചത്. കടലമ്മയും ശീലുവമ്മയും തമ്മിലുള്ള ബന്ധത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. കടലമ്മയുടെ മുഖമൊന്നു മാറിയാൽ ശീലുവമ്മയ്ക്കറിയാം. അതുപോലെ ശീലുവമ്മയുടെ മുഖത്തെ ഭാവങ്ങൾ കടലമ്മയും വായിച്ചെടുക്കും. 70 വർഷത്തോളം ഇവർ ഒരുമിച്ചായിരുന്നു. മനസ്സിൽ തോന്നുന്ന സങ്കടവും സന്തോഷവും എല്ലാം ശീലുവമ്മ ആദ്യം പറയുന്നത് ഈ കടലമ്മയോടാണ്. തന്റെ 2 ആൺമക്കൾക്കും വഞ്ചി നിറയെ മീൻ നൽകും. ഏതു വറുതി കാലത്തും ശീലുവമ്മയുടെ വീട്ടിൽ അടുപ്പ് പുകയും. ഒരിക്കൽ പോലും ശീലുവമ്മയും കടലമ്മയും പിണങ്ങിയിട്ടേയില്ല. പക്ഷെ 70 വർഷത്തിന് ശേഷം കടലമ്മ ഒറ്റയ്ക്കായി. ഒരക്ഷരം പോലും പറയാതെ അവർ പോയി. തന്നോട് കുശലങ്ങൾ പങ്കുവയ്ക്കാൻ വന്ന രാത്രിയായിരുന്നു അന്ന്. തന്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ വളരെ നേരം കഴിഞ്ഞേ അവർ മടങ്ങിപ്പോകൂ. പക്ഷേ അന്ന് തന്റെ അരികിലെത്തുന്നതിന് മുമ്പ് തന്നെ ആ ദുരന്തം സംഭവിച്ചു.
ഞങ്ങൾ പോകുമ്പോൾ ഒരു 10-20 പട്ടിയായിട്ട് കൂട്ടം കൂട്ടിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ആളാണെന്ന് അറിയുന്നില്ല. ഞങ്ങൾ ആലോചിച്ച് വല്ല വേസ്റ്റ് വല്ല സാധനം കഴിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞ് നോക്കി. അപ്പം അങ്ങനെ ഞങ്ങൾ താഴോട്ട് പോകുമ്പോഴാണ് മോൻ വന്നുകൊണ്ട് അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ പോയി. മോനെ കയറി പട്ടി അറ്റാക്ക് ചെയ്ത്. അറ്റാക്ക് ചെയ്തപ്പോൾ മോൻ ഓടി കടലിൽ ചാടി മോന് നീന്താൻ അറിയാനുള്ളതുകൊണ്ടാണ് മോൻ രക്ഷപ്പെട്ടത്. അങ്ങനെ നോക്കി മോൻ ചാടുന്നതിന് എൻ്റെ വൈഫിനെ പിടിച്ചു. ഞാൻ തൊട്ട് മുകളിൽ നിന്നുകൊണ്ട് ഞാൻ ഓടിച്ചെന്ന് അടുത്തൊരു കുപ്പി കിടന്ന് അത് എടുത്ത് വെച്ച് ഒരു വിരട്ടി പട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ പറഞ്ഞു, നീ ഞാൻ നിൽക്കുന്ന സൈഡ് കൂടി വാ, നീ നേരെ വന്നാൽ വീണ്ടും കടലിൽ ചാടിയിട്ട് അവനെ പാഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, നീ നേരെ വരണ്ട എൻ്റെ ഭാഗത്ത്. അപ്പോൾ ഞങ്ങൾ 3 പേരായിട്ട് വന്നിട്ട് നോക്കിയപ്പം പിന്നെ ബാക്കിൽ ഒരു ഇത്ര ഇല്ല. പിന്നെ കൈയെല്ലാം കുതറി കിടക്കുക, കാലിലെല്ലായിടത്തും മുറിവ്, പിന്നെ ജസ്റ്റ് ഒന്നുമില്ല, പിന്നെ തുണിമാനങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ വാരക്കൂട്ടി എടുക്കുമ്പോൾ ചെറിയ ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 108 വിളിക്കാൻ പോയപ്പോൾ 108 ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ നേരെ വിട്ട് ഏകദേശം വിഴിഞ്ഞ എത്തുന്നതിന് മുമ്പേ അമ്മയുടെ കാറ്റ് പോയി. ഇവരാണ് കൊലയാളികൾ. ഇവർ വെറും കൊലയാളികളല്ല, കൊടുത്ത കൈക്ക് നന്ദി കാണിക്കാത്ത നാൽക്കാലികൾ. ശീലുവമ്മയുടെ ആഹാരവും വാങ്ങിക്കഴിച്ച് അവരെ തന്നെ കടിച്ചു കീറി കൊന്നുകളഞ്ഞു. ശീലുവമ്മയുടെ വീട്ടിൽ വയ്ക്കുന്നതിൻ്റെ ഒരു ഓഹരി എന്നും ഇവർക്കുള്ളതായിരുന്നു. ശീലുവമ്മയോളം പഴക്കമുണ്ട് ഇവിടുത്തെ നായ്ക്കൾക്കും. അതുകൊണ്ട് തന്നെ ശീലുവമ്മയുടെ ചെറിയ കാൽ പെരുമാറ്റം പോലും ഇവർക്ക് സുപരിചിതമായിരുന്നു. എന്നിട്ടും അന്ന് രാത്രി എന്തുപറ്റി? ശീലുവമ്മയെ എന്തിനു വേണ്ടി പട്ടികൾ കൊന്നു? അതിൻ്റെ ഇടയിലാണ് മേനകാന്ത് പറഞ്ഞിരിക്കുന്നത്, ഇവിടുത്തെ തീ എരിഞ്ഞിട്ടില്ല, ഇവിടുത്തെ തീ തിന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം കണ്ട വ്യക്തികളും കണ്ടുകൊണ്ടിരിക്കുന്നു, കുടുംബവും കണ്ടോളൂ. കാരണം ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ഈ അമ്മച്ചി ഇങ്ങനെയൊക്കെ ഒരവസ്ഥ വരുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിലാണ് കൊടുത്തിരിക്കുന്നത് ഈ അമ്മച്ചി മാംസ കഷ്ണവും കൊണ്ടാണ് പോയെന്ന്. ആ സ്ത്രീക്ക് ഇത്രയും പറയേണ്ട ആവശ്യമില്ല. അത് ഒരു സ്ത്രീയാണ് സ്ത്രീക്കെതിരായിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് മനുഷ്യ സേവയേക്കാൾ കൂടുതൽ നായ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തോന്നിയാണ് അതെടുത്ത് അവിടെ ഡൽഹിയിലാണ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഏക്കർ കണക്കിൽ സ്ഥലങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വളർത്താം. ശീലുവമ്മയുടെ മകൻ സാബുവാണ് ആ രംഗം നേരിട്ട് കണ്ടത്. ആ സംഭവത്തിന് സാക്ഷിയായ ഒരേ ഒരാൾ. തന്റെ പ്രിയപ്പെട്ട അമ്മയെ 100ഓളം വരുന്ന നായ്ക്കൾ കടിച്ചു കീറുന്നു. കടിച്ചെടുത്ത മാംസകഷ്ണങ്ങളും കൊണ്ട് ചില നായ്ക്കൾ ഓടുന്നു. മറ്റുള്ളവ മാംസകഷ്ണങ്ങൾക്ക് വേണ്ടി പിടിവലി കൂടുന്നു. ആകെ ഒരു ബഹളമായിരുന്നു അവിടെ. കുറേ നായ്ക്കളായിട്ട് വളഞ്ഞിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയെന്ന് പറഞ്ഞാൽ ഒരു 10-25-30 കുറേ റൗണ്ടിൽ ഇരുന്നിട്ട് കഴിച്ചിട്ടിരിക്കുന്നു. അമ്മയെന്ന് എനിക്കറിഞ്ഞൂടാ. നല്ല പൊക്കത്തിൽ ഒരു കറുത്ത സാധനം കിടന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് വേറെ ഒരു ഫാമിലി അത് ചവറ് കളയാനായിട്ട് വന്നപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരുന്ന ഇതിനെ ഇട്ടുകൊണ്ട് മറ്റേ ഫാമിലിയെ കടിക്കാനായിട്ട് പോയി. ആ അവസരം കൊണ്ട് ഞാൻ ചെന്ന് നോക്കിയപ്പം എൻ്റെ അമ്മ കരഞ്ഞരഞ്ഞത് അമ്മ എന്ന് വിളിയിട്ട് അമ്മ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞരഞ്ഞ് കിടക്കുന്നു. ചെറുതായിട്ട് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ചെന്ന് തൂക്കിയെടുത്തപ്പം നായ്ക്കൾ നോക്കിയെന്തെന്ന് പറയും, ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിന് നീ എന്ത് മറ്റൊരുത്തം വന്ന് തൂക്കുന്നു, എന്നിട്ട് എന്നെ കടിക്കാൻ വന്നു. ഞാൻ അത് അങ്ങനെ കൂട്ടത്തോടെ എൻ്റെ അമ്മയെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറൊരു സ്ത്രീനെ കടിക്കാൻ പോയ അവസരത്തിലാണ് ഞാൻ ചെന്ന് നോക്കിയത്. എന്നിട്ട് എന്നെ കടിക്കാൻ വന്നു. എന്നിട്ട് ഞാൻ കടലിലോട്ട് ചാടി. തീരദേശ പ്രദേശങ്ങളിലാണ് തെരുവ് നായ്ക്കളുടെ എണ്ണം രൂക്ഷമായി വർദ്ധിക്കുന്നത്. ഇത്തരം പ്രദേശങ്ങളിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ട് തള്ളുന്നതാകാം ഇവയുടെ എണ്ണം പെരുകാനുള്ള ഒരു കാരണം. നായ്ക്കളെ ഭയന്ന് ഒരു ഗ്രാമം തന്നെ ഒഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. കടൽ തിരമാലകൾ ഉയർന്നു പൊങ്ങി വായുവിൽ വിവിധ വർണ്ണങ്ങൾ വിരിയിച്ചു. ആ വർണ്ണങ്ങളിൽ 7 നിറങ്ങളുമുണ്ടായിരുന്നു. ആ നിറങ്ങൾ കണ്ട് ആസ്വദിക്കാൻ കടലമ്മയെ തേടി പിന്നെ ആരും അങ്ങോട്ട് വരാറില്ല. അല്ലെങ്കിൽ ചുട്ടുപൊള്ളുന്ന കടൽക്കാറ്റിനെ പോലും വകവയ്ക്കാതെ അവർ എത്തുമായിരുന്നു.
അനന്തമായി നീണ്ടുകിടക്കുന്ന ഈ മണൽപ്പരപ്പിനെ ഇപ്പോൾ പേടിയാണ്. അല്ലെങ്കിൽ രാത്രിയും പകലുമൊക്കെ അവർ ഇവിടെ തന്നെയായിരുന്നു. ഫുട്ബോൾ കളിക്കാൻ ബീച്ചിൽ പോവാറുണ്ട്. പട്ടിയെ കണ്ട് പേടിച്ച് ശകലം ഞങ്ങളില്ലെങ്കിൽ 7 മണി വരെ കളിക്കും. ഇപ്പോഴൊക്കെ ആണെങ്കിൽ 6 മണിയെന്ന് പറയുമ്പോൾ തന്നെ വീട്ടിലോടാം. ഞങ്ങൾക്ക് കളിക്കാൻ പോലും സമയം കിട്ടുന്നില്ല പട്ടിയെ കണ്ട് പേടിച്ച്. ആളൊഴിഞ്ഞു, അരങ്ങൊഴിഞ്ഞു. ഇനി തീരത്തിന്റെ വന്യത മാത്രം. കൊലയാളി നായ്ക്കളെ ഇവർക്കിപ്പോൾ ഭയമാണ്. പട്ടികളെന്ന് കേട്ടാൽ ഇപ്പോൾ അവർ വിറയ്ക്കും. ഇതിനിടയ്ക്ക് ആരോ പറഞ്ഞു പുല്ലുവിളയിലെ ഡെയ്സിയെ പട്ടി കടിച്ചുവെന്ന്. ദുരിതപൂർണമായ കാഴ്ചയാണ് ഞങ്ങളെ എതിരേറ്റത്. ശരീരം മുഴുവൻ കടിച്ചു മുറിച്ചു വച്ചിരിക്കുന്നു. എത്ര കടിയുണ്ടെന്ന് പോലും ഇപ്പോഴും അവ്യക്തം. പത്ത് 10:30 9:30 10 മണിൻ്റെ ഇടയ്ക്ക് അങ്ങനെയാണ് സംഭവിച്ചത്. അടുത്തുള്ള ആൾക്കാർ എന്നിട്ട് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ വിളിച്ചപ്പോൾ ഞാൻ പോയപ്പോൾ അമ്മയെ വലിച്ചു കീറിയിട്ടിരിക്കണം പട്ടികളെല്ലാം കൂടി. പട്ടീൻ്റെ സ്മെല്ല് എൻ്റെ ദേഹം മുഴുവൻ ഫുള്ളായിട്ട്. എൻ്റെ ദേഹത്ത് ആ ഷർട്ടും ഞാൻ ഇട്ടുന്ന ടീഷർട്ടും മുണ്ടുവാണെങ്കിൽ ഒന്നും തൊടാൻ പറ്റത്തില്ല പട്ടീൻ്റെ സ്മെല്ലാതെ. കടൽ തീരത്ത് കാറ്റുകൊള്ളാനെത്തിയവരെ മുഴുവൻ പട്ടിക്കൂട്ടം കടിച്ചുകൊണ്ടേയിരുന്നു. ശീലുവമ്മയുടെ മാംസത്തിന്റെ രുചി പട്ടികൾക്ക് അത്രയ്ക്ക് പിടിച്ചിട്ടുണ്ടാവണം. പട്ടികൾക്ക് ഭ്രാന്ത് പിടിച്ച ദിനങ്ങളായിരുന്നു പിന്നീട്. മുന്നിൽപ്പെട്ടവരെ ഓടിച്ചിട്ട് കടിച്ചു. മുരുകേശൻ അബദ്ധത്തിൽ പട്ടികളുടെ മുന്നിൽ വന്ന് വിട്ടുപോയതാണ്. ജനനേന്ദ്രിയ ഭാഗം ഉൾപ്പെടെ കടിച്ചെടുത്തുകൊണ്ട് പോയി പട്ടി. ആദ്യം ഒരു പട്ടി വന്ന് അതൊന്ന് കുരച്ച് ഞാൻ കളത്തിൽ തോർത്തെടുത്ത് അതിനെ അടിച്ചപ്പോൾ പിന്നെ ബാക്കി പട്ടികളെല്ലാം വന്ന് വളഞ്ഞിട്ട് പിടിച്ച്. പട്ടി എണ്ണ നോക്കിയില്ല. എന്നെ കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇവന്മാർ മാറി മാറി നമ്മളായിട്ട് പുറകോടിയിട്ട് കടിച്ചോണ്ടില്ലേ വരും. അങ്ങനെ ഞാൻ ഭയന്ന് ഓടി വിളന്നിട്ട് പുറകോടി ഒന്നും ഒരു പട്ടിയാണ് ഇവിടെ കടിച്ചത്. ശീലുവമ്മയിൽ തുടങ്ങിയ ഇരകളുടെ എണ്ണം അനന്തമായി തുടരുകയായിരുന്നു. ആശുപത്രികളിൽ പട്ടി കടിച്ചവരുടെ എണ്ണം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. എന്നിട്ടും പട്ടികൾ തങ്ങളുടെ ജോലി തുടർന്നു. മനുഷ്യരും പട്ടിയും 2 ചേരികളായി. മനുഷ്യരെ കണ്ടാൽ പട്ടിയും പട്ടിയെ കണ്ടാൽ മനുഷ്യരും ഓടുന്ന ഘട്ടം വരെ എത്തി. യഥാർത്ഥ യുദ്ധം തുടങ്ങുകയായിരുന്നു ഇവിടെ. ഇനിയാണ് യഥാർത്ഥ യുദ്ധം തുടങ്ങുന്നത്. നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം ആശുപത്രികളിൽ ക്രമാതീതമായി വർദ്ധിക്കുന്നു. പ്രതികാരത്തിനായി ഇറങ്ങിത്തിരിച്ച മനുഷ്യൻ കൊന്നെടുക്കുന്ന നായ്ക്കളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പരസ്പരം ചേരില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 2 വർഗവും പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ കടൽ തീരത്ത് സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇനി കാണാൻ പോകുന്നത്. കാലങ്ങളായിട്ടുള്ള ഇവരുടെ സ്നേഹബന്ധമാണ് ഇവിടെ മുറിഞ്ഞത്. അതും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം. പക്ഷേ അടുക്കാൻ കഴിയാത്ത വിധത്തിൽ ഇവർ അകന്നു. പിന്നെ ഈ തീരത്ത് കണ്ട കാഴ്ചകൾ ഇതൊക്കെയാണ്. പട്ടിയെ കണ്ടാൽ മനുഷ്യരും മനുഷ്യരെ കണ്ടാൽ പട്ടിയും ഓടിമറയുന്ന കാഴ്ച.
ഇവിടെ റോഡ് വന്നിട്ടുണ്ട്, ബീച്ച് റോഡ് വന്നിട്ടുണ്ട്. റോഡിൽ വണ്ടി കണക്കിൽ സാധനം കൊണ്ടുവന്ന് രാത്രി കൊണ്ട് കടപ്പുറത്തെറിയും. അപ്പോൾ ഇത് തിന്നാൻ വേണ്ടിയാണ് ഈ നായ്ക്കൾ വരണത്. അപ്പം നായ്ക്കളാണോ വലുത് മനുഷ്യരാണോ വലുതെന്ന് ഞങ്ങൾക്ക് തരണം. അവസാന യുദ്ധത്തിൽ ആര് ജയിക്കുമെന്ന കണ്ടെത്തലാണ് ഇനി നടക്കേണ്ടത്. മനുഷ്യന്റെ പക്ഷം കുറെ പട്ടികളെ കൊന്നൊടുക്കി. ഇനിയുള്ളവ പിടിതരാതെ ഇപ്പോഴും ഓട്ടം തുടരുകയാണ്. നായ്ക്കളുടെ പക്ഷം ഇപ്പോഴും കടി തുടരുകയാണ്. ഓരോ ദിവസവും അവർ പുതിയ പുതിയ ആളുകളെ ആശുപത്രിയിലേക്ക് അയക്കുന്നുമുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാകുന്ന കടിയാണ് ഇതിപ്പോൾ ആദ്യമായിട്ട്. അന്നതൊക്കെ നമ്മൾ പത്തിയൊക്കെ നോക്കി ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ അതങ്ങ് പോയി. ഇതിപ്പോൾ ഉണ്ടായ സമയം ഇന്നലെ 1 മണിക്ക് നടന്ന കൃത്യമാണ്. ഇങ്ങനെ കിടന്നാൽ നമ്മളെ നോക്കാൻ ആരുമില്ല. അപ്പം തന്നെ ഞാനും മോനും മാത്രമേ ഇന്നലെ ഈ വയ്യാത്ത രോഗിയും കൊണ്ട് നമ്മൾ ആശുപത്രിയിൽ പോയത്. ഒരു മെമ്പർമാരോ വേണ്ടപ്പെട്ടവരാരും ഇതിൽ നോക്കാനോ അവിടെയോ ഇതിൽ വന്നിട്ടില്ല. ഇനി ഒരു പ്രസംഗമാണ്. പട്ടിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എവിടെയാണ് തെറ്റിയതെന്ന് ഈ വാക്കുകളിൽ പ്രകടമാണ്. വർഷങ്ങളായി ആ ബന്ധം നേരിട്ടറിഞ്ഞ ഒരു വീട്ടമ്മയുടെ അനുഭവ സാക്ഷ്യം. അവര് ചില സമയം പട്ടികളെ പിടിക്കാൻ വരുമ്പോൾ അകത്തോട്ട് പിടിച്ചിടുന്നവരും ഉണ്ട്. ഇത് പിടിക്കുന്ന ആളുകൾ വന്നു കളഞ്ഞാൽ പട്ടി വെളിയിൽ നിൽക്കുന്നു. ഇതെന്തരടാ ഇഷ്ടം? പട്ടി പിടിക്കുന്ന സമയം പിടികൊടുക്കാതെ പട്ടീനെ എവിടെ നിന്നാണ് ഇത് വന്നിറങ്ങിയെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, പട്ടിയെ വളർത്തുന്നവർ പിന്നെ വളർത്താൻ പാടില്ലെന്നൊരു തീരുമാനം ഉണ്ടാക്കേ പറ്റും. ഉണ്ടാക്കണം, അല്ലാതെ ശരിയാവില്ല. നമ്മുടെ എത്ര വട്ടം ഗവൺമെൻറ് പണം കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നാൽ ഞങ്ങൾക്ക് തിന്നുന്ന സാധനത്തിലാണ് അതോട്ട് പൈസ കൂട്ടി അതും എടുക്കുന്നത്. ഞങ്ങളെന്ത് ചെയ്യാൻ? എത്ര വട്ടം ഗവൺമെൻറ് പണം കൊടുക്കാൻ? ഇപ്പം 10 എണ്ണത്തിനെ കടിച്ചിട്ടുമ്പോൾ 1 കോടി രൂപയോ അല്ല 50 ലക്ഷമോ തീരും. എത്ര വട്ടം ഗവൺമെൻറ് പണം കൊടുത്തോണ്ടിരിക്കും? കഥ ഇവിടെ അവസാനിക്കുന്നില്ല. പട്ടിയെ മുഴുവൻ കൊന്നൊടുക്കണമെന്ന് മനുഷ്യപക്ഷവും കയ്യിൽ കിട്ടിയവരെ മുഴുവൻ കടിച്ചൊതുക്കുമെന്ന് പട്ടിവർഗവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ആ കളി മാറി നിന്ന് കാണാം, ആസ്വദിക്കാം. തെരുവുനായ നിർമ്മാർജ്ജനം അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. മനുഷ്യൻ്റെ ജീവന് തന്നെ വെല്ലുവിളിയാകുന്ന നായ്ക്കളെ കൊല്ലണോ വേണ്ടായോ എന്നതിനെപ്പറ്റി ഇപ്പോഴും സജീവമായ ചർച്ച തുടരുകയാണ്. എന്നാൽ ഒരു കാര്യത്തിൽ മനുഷ്യ സമൂഹം ഒറ്റക്കെട്ടാണ്. മനുഷ്യൻ്റെ ജീവന് വെല്ലുവിളിയാകുന്ന ഘടകങ്ങൾ എന്തു തന്നെയായാലും അത് മുഖവിലക്കെടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണം. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ഈ ഗ്രാമം വിടുകയാണ്. ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ.